നമസ്കാരം. കേരളത്തിൽ നേമത്ത് ഇന്ന് പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ചുവരെഴുത്ത് തുടങ്ങി. അദ്ദേഹം തന്നെ നേരിട്ട് പോയി ചുവരെഴുതുകയാണ്. പേരെഴുതിയിട്ടില്ല. പേരെഴുതാൻ ഇനി സമയമെടുക്കുമായിരിക്കും. പേരെഴുതിയിട്ടില്ല, പക്ഷേ തുടങ്ങിയിട്ടുണ്ട്. പുതിയുഗ യാത്ര, KPCCയുടെ യാത്ര ഏകദേശം എറണാകുളം ജില്ലയിലേക്ക് കയറിയിട്ടുണ്ട്. ഇന്നലെ പരവൂരും തൃശ്ശൂരെല്ലാം എറണാകുളം ജില്ലയിൽ വന്ന് ഇനിയിപ്പോൾ അടുത്ത് ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം സമാപനം. അപ്പോൾ അവരും കോൺഗ്രസും തയ്യാറെടുക്കുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം 2 ദിവസമായി പഠന കോൺഗ്രസ് നടക്കുകയാണ്. ഇന്നലെയും ഇന്നുമായി യൂണിവേഴ്സിറ്റി കോളേജിലും AK സെൻറ്ററിലുമായിട്ട്. അത് കഴിയുമ്പോൾ ഇന്ന് സമാപന സമ്മേളനത്തിൻ്റെ സമയമൊക്കെ അത് കഴിയുമ്പോൾ അവരും രംഗത്ത് വരുന്നു. ഇതിനിടയിൽ കുഞ്ഞാലിക്കുട്ടി വളരെ ഗൗരവമായ ഒരു വിഷമത്തിലാണെന്ന് തോന്നുന്നു. ഈ സ്ഥാനാർത്ഥിത്വം നേരത്തെ തീരുമാനിക്കാത്ത സ്ഥാനാർത്ഥിത്വമല്ല, ഈ എത്ര സീറ്റാണെന്നുള്ളത് തീരുമാനിക്കാത്ത സംബന്ധിച്ചുള്ള ഒരു വിഷമത്തിൽ ഡൽഹിയിൽ പോകാൻ യാത്ര തീരുമാനിച്ചു. പക്ഷേ അത് കട്ട് ചെയ്തു. കേരളത്തിലുണ്ട്. ഇതിനിടയിലാണ് നമ്മുടെ ഒരുപാട് സർവേ റിപ്പോർട്ടുകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും സർവേ റിപ്പോർട്ടുകളിലെല്ലാം, പക്ഷേ വരുന്ന സർവേ റിപ്പോർട്ടുകളിലെല്ലാം ഒരു അപ്പർ എഡ്ജ് ഇപ്പോഴും UDFനുണ്ട്. പക്ഷേ UDFൻ്റെ സംഘടനാ സംവിധാനവും UDFൻ്റെ പിന്നെ മറ്റ് ഭരണവിരുദ്ധ, അതായത് LDFൻ്റെ ഭരണവിരുദ്ധ വികാരവും UDFൻ്റെ സംഘടനാ സംവിധാനവും എല്ലാം കൂടി ഒന്നിച്ച് കയറിയാൽ മാത്രമേ UDFൻ്റെ സാധ്യത പറയാൻ കഴിയുകയുള്ളൂ. ഇപ്പോഴും LDFനെ എഴുതി തള്ളാൻ പ്രയാസമാണ്. വരുന്ന സർവേകളിലെല്ലാം കട്ടയ്ക്ക് കട്ട, എഡ്ജ് ടു എഡ്ജാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കിനിയും പറയുക വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. എന്തായാലും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആരവം തുടങ്ങി. അടുത്ത 2 ദിവസത്തിനകം ഇലക്ഷൻ കമ്മീഷൻ്റെ ആളുകൾ, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ആളുകൾ കേരളത്തിൽ വരുന്നു. അവരിവിടെ ചർച്ച ചെയ്ത് തിരിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ അവർ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനിടയിൽ കേരളത്തിൽ ഇനി വലിയ പ്രഖ്യാപനങ്ങൾക്കൊന്നും സ്കോപ്പില്ല. എന്തായാലും വലിയ തോതിലാണ് ഈ നമ്മുടെ ഇലക്ഷൻ്റെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചിട്ടുള്ളത്. മാർച്ച് മാസത്തിൻ്റെ ഒരു പ്രത്യേകത, ഏപ്രിൽ 14 വരെ ഉത്സവങ്ങളുടെ കാലവുമാണ്. അപ്പോൾ ഉത്സവം കഴിഞ്ഞായിരിക്കും മിക്കവാറും ഏപ്രിൽ 2nd വീക്കിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. അല്ലെങ്കിൽ മെയ് 1st വീക്കിലാണ്. മെയ് ആവുമ്പോൾ മഴയുടെ ഒരു ലാഞ്ചനയും വരാൻ സാധ്യതയുണ്ട്. അതെല്ലാം നോക്കി ഏപ്രിൽ അവസാനമോ മെയ് ആദ്യമോ തെരഞ്ഞെടുപ്പ് വരാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. അതിൻ്റെ പ്രചരണ രംഗത്താണ് വിവിധ പാർട്ടികൾ രംഗത്ത് തുടങ്ങിയിരിക്കുന്നത്. BJP രാജീവ് ചന്ദ്രശേഖർ നേമത്ത് ഔദ്യോഗികമായി ചുവരെഴുത്ത് തുടങ്ങി. അദ്ദേഹം അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇപ്പുറത്ത് V മുരളീധരൻ കഴക്കൂട്ടത്ത് എത്രയോ ദിവസമായി, അല്ലെങ്കിൽ എത്രയോ മാസങ്ങളായി, വർഷങ്ങളായി അവിടെ തന്നെ ഉണ്ട്. ജയിച്ചേ മടങ്ങൂ എന്ന് പറഞ്ഞ്, കണ്ണേ മടങ്ങുക എന്ന് പറഞ്ഞ പോലെ ജയിച്ചേ മടങ്ങൂ എന്ന് പറഞ്ഞ് PK കൃഷ്ണദാസ് കാട്ടാക്കടയിലുണ്ട്. ഇനി വട്ടിയൂർക്കാവിലും, തിരുവനന്തപുരം വട്ടിയൂർക്കാവിലും തിരുവനന്തപുരം സെൻട്രലിലും ആരാണ് കാൻഡിഡേറ്റ്സ്, പല പേരുകളും പറയുന്നുണ്ടെങ്കിലും ആരാണെന്നറിഞ്ഞാൽ BJP അവരുടെ ജയത്രയാത്ര തുടരും. വളരെ പ്രധാനപ്പെട്ട A ക്ലാസ് മണ്ഡലങ്ങൾ 35 എണ്ണമുണ്ട് BJPക്ക്. അവിടെ അവർ ആദ്യഘട്ടത്തിലെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ആൾമോസ്റ്റ് കേന്ദ്രം അംഗീകരിച്ചതായിട്ടാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ അവരുടെ പരിപാടികൾ നമുക്ക് കാണാം. എന്തായാലും രാജീവ് ചേട്ടൻ തുടങ്ങി.